ഈ ഒരു വീഡിയോ നമ്മൾ 2 അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഇവാൻ്റെ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു 3 ഫോറിൻ ഫോർവേഡ്സിനെ വെച്ചാണ് മിക്കവാറും കളിപ്പിക്കുക. അതിൻ്റെ ആദ്യത്തെ സീസൺ ആണെങ്കിലും അവസാന സീസൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കത്തെ ഒരു സീസണിൽ നമ്മൾ ഇവാൻ കലൂഷിനെ ലോണിന് കൊണ്ടുവന്നു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കളി ആ ഒരു രീതിയിലാണ്. അതെന്തായാലും ഇവാൻ്റെ സിസ്റ്റമാണ്. പുതിയ കോച്ച് വരുമ്പോൾ ഈ ഒരു സിസ്റ്റം മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ കോച്ചുമാർ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡറിനെ എപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു ഫോറിൻ CMF ഈ സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇവാൻ കലൂഷിനി നല്ലൊരു CMF ആയിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നാൽ നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മരിയോ ബാർക്കോ എന്ന പ്ലെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. മരിയോ ബാർക്കോ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന കൂടുതൽ പേർക്കും അറിയാവുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ ബംഗളൂരു FC എടുക്കുമെന്ന് ധാരാളം റൂമറുകൾ വന്നിരുന്നു. എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹം ISL വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അദ്ദേഹത്തിന് പിന്നിൽ ISL ക്ലബ്ബായ പഞ്ചാബ് FC ഗോവ അതുപോലെ മുഹമ്മദൻസ് ഈ ഒരു 3 ക്ലബ്ബുകളുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല 3-4 I ലീഗ് ക്ലബ്സും അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും നിങ്ങൾ പറയുക അദ്ദേഹം എവിടേക്ക് പോകും? I ലീഗിൽ തന്നെ നിലനിൽക്കുമോ അല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.